ഹായ്. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രിയദർശിനി ലോൺ സ്കീമിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ. ആ വീഡിയോ കണ്ടതിന് ശേഷം കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളും സംരംഭക മേഖലയിൽ വരാനിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിലവിൽ ബിസിനസ് നടത്തുന്നുണ്ട്, കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. സോ ഞങ്ങൾക്ക് ഈ ലോൺ അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അതിന് ചില ക്രൈറ്റീരിയയിലുള്ള ചില ലിമിറ്റേഷൻസ് ഉള്ളത് കാരണം എല്ലാ സ്ത്രീകൾക്കും ഈ സ്കീമിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. സോ ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാ സ്ത്രീകൾക്കും, അതായത് ഈ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന കുറച്ച് ലോൺ സ്കീമുകളെ കുറിച്ചാണ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടോക്കുക. പ്രധാൻ മന്ത്രി മുദ്ര യോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, മഹിളാ ഉദ്യം നിധി, മഹിളാ കയർ യോജന, ട്രെഡ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്കീമുകൾ. ഈ സ്കീമുകളെല്ലാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന സ്കീമുകളായിരിക്കും. ഓരോ സ്കീമും വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് പരിചയമുള്ള സ്ത്രീകൾ, അതായത് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്ന സ്ത്രീകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പദ്ധതികളെ കുറിച്ച് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ പദ്ധതിക്കും അതായത് ഓരോ പദ്ധതിയിലൂടെയും ലഭിക്കുന്ന വായ്പയ്ക്കുള്ള പലിശ നിരക്ക് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പലിശ നിരക്കിൽ എല്ലാ ബാങ്കുകളും ഇളവ് നൽകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്കുകളിലുള്ള സേവിങ് സ്കീമുകളെ കുറിച്ചും അവർ വാഗ്ദാനം ചെയ്യുന്ന പലിശ നിരക്കുകളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് മുദ്ര യോജനയെ കുറിച്ച് നോക്കാം. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അപേക്ഷിക്കാവുന്ന ഒരു സ്കീമാണ്. പക്ഷെ സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. ഇവിടെ നിങ്ങൾക്ക് 10 ലക്ഷം വരെയാണ് വായ്പ ലഭിക്കുന്നത്. അപ്പൊ ഈ സ്കീമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഈട് നൽകേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് വസ്തുവോ ഭൂമിയോ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു സ്കീം തന്നെയായിരിക്കും ഇത്. അപ്പൊ ഇതിന്റെ തിരിച്ചടവ് വരുന്നത് 3 വർഷം തൊട്ട് 5 വർഷ കാലാവധിയുടെ ഉള്ളിൽ ഈ സ്കീമിന്, അതായത് എടുക്കുന്ന വായ്പ തിരിച്ചടക്കേണ്ടതുണ്ട്. അപ്പം ഇതിന് സ്ത്രീകൾക്കായതുകൊണ്ട് തന്നെ പ്രത്യേക ഇളവുകൾ ഉണ്ടാവും. കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങൾക്ക് ഈ വായ്പ ഉറപ്പാക്കാൻ സാധിക്കും. സോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കീമിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. നിങ്ങൾ അപേക്ഷിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് തീർച്ചയായിട്ടും ഈ സ്കീമിൽ അപേക്ഷിക്കുക. രണ്ടാമത്തെ മഹിളാ ഉദ്യമനിധി സ്കീം. ഇതും സ്ത്രീകൾക്ക്, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ത്രീകൾക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് നൽകുന്ന ഒരു സ്കീമാണ്. ഇതിലും 10 ലക്ഷം വരെയാണ് വായ്പ നൽകുന്നത്. അപ്പം പരമാവധി കുറഞ്ഞ പലിശ നിരക്കിൽ തന്നെയാണ് സ്കീം വായ്പ ഉറപ്പാക്കുന്നത്. സോ ഇവിടെ റീപേയ്മെന്റ് വരുന്നത് 10 വർഷ കാലാവധി ആണ് റീപേയ്മെന്റ് പറയുന്നത്. സോ അതിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചടവ് പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പം സ്മോൾ സ്കെയിലിൽ ബിസിനസ് ആരംഭിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഇതൊരു മികച്ച ഓപ്ഷൻ ആയിരിക്കും. ഇനി മൂന്നാമത്തത് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. ഇത് SC/ST വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന ഒരു സ്കീമാണ്. അപ്പം ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങുന്ന ഇത്തരം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ അപേക്ഷിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ ഏത് ബിസിനസ് ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ 51% ഓഹരിയും ഈ SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വനിതയ്ക്കായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സോ അത്തരം സ്ത്രീകൾ തീർച്ചയായിട്ടും, അതായത് SC/ST വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ അപേക്ഷിക്കാവുന്ന ഒരു മികച്ച സ്കീം തന്നെയാണിത്. ഇവിടെ 1 കോടി വരെ വായ്പ ലഭിക്കും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് മഹിളാ കയർ യോജന. ഇത് സ്ത്രീകൾക്കിടയിൽ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. അതായത് നാളികേര വ്യവസായ മേഖലയിലുള്ള സ്ത്രീകൾക്ക് അവരെ ലക്ഷ്യം വെച്ചാണ് അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ നൽകി ഒരു സെൽഫ് എംപ്ലോയിഡ് വിമൻ എന്നുള്ളൊരു രീതിയിലേക്ക് അവരെ ഉയർത്തുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സോ ഈ പരിശീലന കാലയളവിൽ സ്ത്രീകൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾ പരിശീലനം കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഷീൻസ് വാങ്ങിക്കുന്ന സമയത്ത് 75% സബ്സിഡി ലഭിക്കുന്നുണ്ട്. ഇനി അവസാനത്തത് ട്രേഡ്, അതായത് ട്രേഡ് റിലേറ്റഡ് ഓൺടർപ്രണർഷിപ്പ് അസിസ്റ്റൻസ് ആൻഡ് ഡെവലപ്മെന്റ്. ഇതാണ് ട്രേഡിന്റെ ഫുൾ ഫോം. ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ്. അതായത് സാമ്പത്തികമായിട്ട് സ്ത്രീകൾ, അതായത് സംരംഭക മേഖലയിലേക്ക് എത്തുന്ന സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ നൽകുക എന്നുള്ളതാണ് ഈ ഒരു സ്കീം ലക്ഷ്യമിടുന്നത്. അപ്പം ഈ സ്കീം പ്രകാരം 30% സാമ്പത്തിക പിന്തുണ കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. ബാക്കി 70% ബാങ്കുകൾ വഴി വായ്പയായിട്ട് ലഭിക്കുന്നു. ഞാൻ മുകളിൽ പറഞ്ഞ ഈ 5 സ്കീമുകളും തീർച്ചയായിട്ടും ബിസിനസ് മേഖലയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന സ്കീമുകൾ തന്നെയാണ്. ഈ സ്കീമുകൾക്ക് പുറമെ നിങ്ങൾക്ക് ബാങ്ക് വഴി നേരിട്ടും വായ്പയ്ക്ക് അപേക്ഷിക്കാം. കാരണം എല്ലാ ബാങ്കുകളും പ്രത്യേക സേവിങ് സ്കീമുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സോ അത്തരം സേവിങ് സ്കീമുകളിൽ അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ കുറഞ്ഞ പലിശ നിരക്കിൽ തന്നെ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു സ്കീമുകളൊന്നും അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു വഴിയും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കും. ഇനി നിങ്ങളുടെ ബിസിനസ് എല്ലാം അടിപൊളിയാവട്ടെ. അപ്പോൾ ബൈ, പോയിട്ട് വരാം.